ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഓണത്തിന് വേണ്ടിയിട്ട് നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറുമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സദ്യക്ക് ഈ അച്ചാർ പ്രധാനപ്പെട്ടതാണ്. ആദ്യം നാരങ്ങ അച്ചാറും പിന്നീട് മാങ്ങ അച്ചാറും നമുക്കുണ്ടാക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ആ വെള്ളത്തിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നാരങ്ങ അതിൽ കിടന്നൊന്ന് വേവട്ടെ. അതിൻ്റെ തൊലി നല്ല കട്ടിയുള്ളതുകൊണ്ട് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി അതിനെ കോരി തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കതിനെ നീളത്തിൽ മുറിച്ചെടുക്കാം. വേണമെങ്കിൽ തൊലി കട്ട് ചെയ്തിട്ട് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ തൊലി കട്ട് ചെയ്യുന്നില്ല, തൊലിയോടുകൂടി തന്നെയാണ് ഞാനിന്ന് അച്ചാറിടുന്നത്. ഇതിൻ്റെ കുരുവെല്ലാം കളയണം. കുരു കിടന്നാൽ ചിലപ്പോൾ കയ്പ്പ് വരും. കനം കുറച്ച് നീളത്തിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-4 പച്ചമുളകും കൂടെ ആവശ്യമുണ്ട്. അതും കൂടി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഇരുമ്പ് ചട്ടിയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഇനി സ്റ്റൗ ഓണാക്കി ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ഞാനിതിൽ നല്ലെണ്ണയാണ് ഒഴിച്ചുണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചുണ്ടാക്കാം, പക്ഷേ നല്ലെണ്ണ ഒഴിച്ചുണ്ടാക്കുമ്പോഴാണ് നല്ലത്. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. എണ്ണ കൂടുതൽ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് അടിയിൽ പിടിക്കില്ല. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും 5-10 മിനിറ്റ് നേരമെങ്കിലും ഇതൊന്ന് വേവണം. നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി കിട്ടണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നാരങ്ങ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്റ്റൗ കുറച്ച് വെച്ചിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയുടെയും മുളകിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇനി ഇതിലേക്ക് തിളപ്പിച്ച 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. നാരങ്ങ കുറച്ചും കൂടി വേവാനുണ്ട്. നല്ലതുപോലെ വെന്ത് ഒന്ന് കുറുകി കിട്ടണം. അത് വറ്റി അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം കൂടെ ഒന്ന് വറ്റട്ടെ. അതിൻ്റെ കുറച്ച് വെള്ളവും കൂടി വറ്റാനുണ്ട്. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നാരങ്ങാച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം.
ഇനി ഇത് നാരങ്ങാച്ചാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് കുപ്പിയിലാക്കാം. അങ്ങനെ നമ്മുടെ നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മാങ്ങാച്ചാർ ഇടാം. ഞാനിവിടെ ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒന്ന് ചൂടാവട്ടെ. 1 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ മാങ്ങയ്ക്ക് വേണ്ടത് മുളക് അത്രയും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യേണ്ടത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി തണുത്തതിന് ശേഷം നമുക്കിത് മാങ്ങയിലേക്ക് ചേർക്കാം. ഇനി മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ വെള്ളം ചേർക്കുന്നില്ല. നമ്മൾ മാങ്ങയിൽ ഉപ്പിട്ടതിൻ്റെ വെള്ളം അത്രയും തന്നെ മതി. നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കുപ്പിയിലേക്ക് മാറ്റാം. നമ്മുടെ നാരങ്ങാച്ചാറും തണുത്തിട്ടുണ്ട്. ഇനി അതും നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്